ഞാൻ ഇവിടെ ചെയ്യുന്ന വീഡിയോ കുത്തു പൊറോട്ടയാണ്. 5 പൊറോട്ട ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 5 എണ്ണമാണിത്. അത് ചേർക്കാനായിട്ടുള്ളത് സവോള 4 സവോളയാണ്. അതിലൊരു സവോള നമുക്ക് വറുത്ത് മാറ്റണം. അതിൻ്റെ ഒരു 2 പച്ചമുളക് പൊളന്നിട്ടിട്ടുണ്ട്. കറിവേപ്പില, തക്കാളി 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില 3-4 എണ്ണം മല്ലിയില, പെരിഞ്ചീരകവും പെരിഞ്ചീരകം ഒരു 2 ഏലക്ക, 2 ഗ്രാമ്പു 1 ഗ്രാമ്പു, 2 ഗ്രാമ്പു, 2-3 ചെറിയ പട്ടയുടെ കഷ്ണവും കൂടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണാണ് എടുക്കുന്നത്, കുരുമുളക് പൊടി ചെറിയ സ്പൂണിന് 1 സ്പൂണ്, ചിക്കൻ്റെ ഗ്രേവിയാണിത്. വെളിച്ചെണ്ണ ഒരു 4 സ്പൂണാണ്, 4 സ്പൂണാണ് ഞാൻ അളന്ന് വെച്ചേക്കുന്നതാണത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 5 പൊറോട്ട, ഇഞ്ചി 2 കഷ്ണം, 3 ഇള വെളുത്തുള്ളി, ഒരു ശകലം വെളുത്തുള്ളി ചതച്ച് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു സവാളയാണിത്. വലിയ സവാള മുഖത്ത് കോരുവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു പെരിഞ്ചീരകവും കറുവപ്പട്ടയും ഏലക്കയും കൂടി ഇട്ട് അതൊന്ന് ചുമന്ന് വരുമ്പോൾ സവാളയും പച്ചമുളക് പൊളന്നതിടാണ്. അതിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടതാണ്, ചെറുതായിട്ട് അരിഞ്ഞത്. കറിവേപ്പില ഇട്ട്, ഉപ്പ് 1 സ്പൂണ്, ഗ്രേവി നല്ലപോലെ വഴന്നു. ഇതിനകത്ത് 2 മുട്ട പൊട്ടിച്ച് നല്ലപോലെ അടിച്ച് കലക്കിയതാണ്. വെള്ളത്തിലൊക്കെ ഒഴിക്കുകയാണ്. ഇളക്കിയെടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾ പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, മുളക് പൊടി. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവിയാണ്, അതിങ്ങനെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുരുമുളക് പൊടി ചെറിയ സ്പൂണിന് 1 സ്പൂണ്. നമ്മുടെ പൊറോട്ട പീസാക്കി വെച്ചതാണിത്. ചെറുതായിട്ട് ഞാൻ പീസാക്കിയതാണ്. ലേശം ഉപ്പും കൂടി ഇടാണ്, ഉപ്പ് കുറവാണ്. ഇതോട്ട് നമുക്ക് ഒരു മല്ലിയില ഇടുവാണ്. അങ്ങനെ നമ്മുടെ കൊത്തു പൊറോട്ട റെഡിയായി. റെഡിയായി. ചായക്കട കിട്ടുന്ന പോലെയുള്ള കൊത്തു പൊറോട്ടയാണ്. നല്ല മണമുണ്ട്. മല്ലിയില അതിലിട്ടിട്ട് സവാള ഒഴിഞ്ഞതാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.